How a poor boy built a 2000 crore ഡയറി കമ്പനി. ഇന്നത്തെ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഒരു കോമ്പറ്റിറ്റീവ് ലോകത്ത് പല പല പ്രശ്നങ്ങൾക്കിടയിലും ബിസിനസ് എംപയറിൽ തൻ്റെ പേര് തീർച്ചയായും വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഈ സ്റ്റോറി നിങ്ങളെ തീർച്ചയായും ഇൻസ്പയർ ചെയ്യും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വെൽക്കം ബാക്ക് കമ്മ്യൂണിറ്റി. ഇന്നത്തെ സ്റ്റോറി ഒരു 17 വയസ്സുള്ള ആൺകുട്ടിയെക്കുറിച്ചാണ്. അവൻ ആ വയസ്സിൽ പണമില്ലാതെ, ബ്രാൻഡ് വാല്യൂ ഇല്ലാതെ, അതേപോലെ ഇൻവെസ്റ്റർ ബാക്കിങ്ങും ഇല്ലാതെ, ഒന്നുമില്ലാതെ ക്രിയേറ്റ് ചെയ്ത 2000 കോടിയുടെ 2000 crore ഡയറി ബിസിനസ്സിൻ്റെ റിയൽ സ്റ്റോറിയെക്കുറിച്ചാണ്. അതും മാർക്കറ്റിൽ അത്രയ്ക്കും ഹെവി കോമ്പറ്റീറ്റേഴ്സ് ഉള്ള സമയത്തായിരുന്നു ഈ ഒരു സക്സസ് ഈ വ്യക്തി നേടിയെടുത്തത്. മിൽക്ക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഈ വേൾഡ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ വൺ ഓഫ് ദ മോസ്റ്റ് ബ്രൂട്ടൽ ഇൻഡസ്ട്രി ആണെന്ന് പറയാൻ പറ്റും. അതിനൊരു സോളിഡ് റീസൺ ഉണ്ട്. മിൽക്ക് പ്രൊഡക്റ്റ് 4 ദിവസത്തിൽ ഡാമേജ് ആവും. മാർജിൻസ് ആണെങ്കിൽ ഹാർഡ്ലി 3 to 5% ഉള്ളൂ. മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ഇൻവെൻട്രി നല്ല ഫാസ്റ്റായ രീതിയിൽ മൂവ് ചെയ്തില്ലെങ്കിൽ യു വിൽ ബി ഔട്ട് ഓഫ് ദിസ് ബിസിനസ് ഇൻ നോ ടൈം. അവിടെ നിങ്ങളുടെ ചാപ്റ്റർ ക്ലോസ് ആവും. ആ ഒരു സമയത്ത് അമൂലായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് വൈറ്റ് റവല്യൂഷണറി പൈനിയർ. 1960 സമയത്ത് നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. അതായത് നമ്മൾ ഏകദേശം 50,000 ടൺസ് മിൽക്ക് പൗഡർ ഇമ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ 1990 ആയപ്പോഴേക്കും നമ്മൾ മിൽക്ക് പൗഡറിൻ്റെ നെറ്റ് എക്സ്പോർട്ടറായി മാറി. 1970 to 1996 പീരീഡിൽ നടന്ന ഓപ്പറേഷൻ ഫ്ലഡാണ് ലോകത്ത് തന്നെ വലിയ ഡയറി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ ഫാമേഴ്സിനായിരുന്നു റേറ്റ് ഡിസൈഡ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നത്. അതേപോലെ അവർ തന്നെയാണ് നേരിട്ടത് ഡയറിക്ക് സെൽ ചെയ്തിരുന്നത്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ അണ്ടറിലായിരുന്നു ഈ ഓപ്പറേഷൻ ഫ്ലഡ്. ഈ ഒരു മിഷൻ കാരണം മിൽക്ക് ഡെഫിഷ്യൻ്റ് ആയിരുന്ന ഇന്ത്യ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസറായിട്ട് ട്രാൻസ്ഫോംഡായി. സോ ഈ സമയത്തായിരുന്നു വൈറ്റ് റവല്യൂഷൻ ബൂമായി നിന്നിരുന്നത്. ആൻഡ് അതിൻ്റെ സപ്പോർട്ടിങ് കാര്യങ്ങളെന്ന് പറയുന്നത് മണി, ബ്രാൻഡ് വാല്യൂ ആൻഡ് ടെക്നോളജി ഒക്കെയായിരുന്നു. സോ അതേ സമയത്താണ് ഈ 17 വയസ്സുകാരൻ പണം, ബ്രാൻഡ്, ടെക്നോളജി അങ്ങനെ ഒന്നുമില്ലാതെ ഡയറി ബിസിനസ്സിൽ തൻ്റെ പൊസിഷൻ പിടിക്കാൻ പ്ലാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത് ആ 17 വയസ്സുകാരൻ വേറെ ആരുമല്ല, ഹീസ് വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഓൺടർപ്രണർ ഓഫ് ഇന്ത്യ, മിസ്റ്റർ സതീഷ് കുമാർ. മിൽക്കി മിസ്റ്റ് എന്ന ബ്രാൻഡ് ബിൽഡ് ചെയ്ത വ്യക്തി. ഈ ബ്രാൻഡ് വളരെ ഫേമസ് ആണ്. ഇവരുടെ ഡയറി പ്രൊഡക്ട്സ് അപ്രോക്സിമേറ്റ്ലി 2 crores വർത്ത് എന്ന രീതിയിൽ ഓൾ അക്രോസ് ഇന്ത്യ സെയിലായിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മിസ്റ്റർ സതീഷ് ആൻഡ് മിൽക്കി മിസ്റ്റിൻ്റെ സക്സസ് സീക്രട്സ്, സ്ട്രാറ്റജീസ്, പ്ലാൻസ്, ചലഞ്ചസ് ആൻഡ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിനെ ഔട്ട്ഗ്രോ ചെയ്ത വഴികൾ, അങ്ങനെ പല കാര്യങ്ങളും ഓരോന്നായി ഡീപ്പായി മനസ്സിലാക്കാം. സ്റ്റോറി സ്റ്റാർട്ടാവുന്നത് 1992 സമയത്താണ്. അന്ന് സതീഷിന് 17 വയസ്സായിരുന്നു. അന്ന് സതീഷിന് ജസ്റ്റ് 17 years, 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് സതീഷ് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയതും അങ്ങനെ അച്ഛൻ്റെ പാൽ ബിസിനസ്സിൽ പോയി സഹായിക്കാൻ തുടങ്ങി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സതീഷിന് ഒരു കാര്യം റിയലൈസ് ആവുന്നത്. അതായത് മിൽക്ക് ബിസിനസ് വിചാരിച്ച മാതിരി പോകുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ പോയാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മിൽക്ക് ബിസിനസ് ഷട്ട് ഡൗൺ ആവും എന്ന് മനസ്സിലായി. സോ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ആദ്യം സതീഷ് കണ്ടുപിടിച്ചത് അവരുടെ മിൽക്ക് ബിസിനസ് ഫേസ് ചെയ്യുന്ന 3 മേജർ ചലഞ്ചസ് ആയിരുന്നു. ചലഞ്ച് 1, ഈ ബിസിനസ്സിൽ വാല്യൂ അഡീഷൻ ഇല്ലാത്തതുകൊണ്ട് ഹൈ മാർജിൻസ് ചാർജ് ചെയ്യാൻ പറ്റില്ല. 1 ലിറ്ററിന് മാക്സിമം 30 പൈസ മുതൽ 1 രൂപ വരെ അവർക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് ബേസിക്കലി 3 to 5% റേഞ്ചിൽ വരുന്ന മാർജിനാണ്. ചില സമയത്ത് നഷ്ടമാണെങ്കിലും പാൽ വിൽക്കേണ്ട ആവശ്യം വരാറുണ്ട്. ചലഞ്ച് 2, പാലിൻ്റെ ഷെൽഫ് ലൈഫ് 2 ദിവസമാണ്. സോ 10 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഡിസ്പാച്ച് ചെയ്താലേ അതിൽ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ചലഞ്ച് 3, ബിസിനസ്സിൽ ലോജിസ്റ്റിക്സ് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിസിനസ് എക്സ്പാൻഷനും സാധ്യമായിരുന്നില്ല. സോ ഇത്രയധികം ചലഞ്ചസ് ഉണ്ടായിട്ടും ഈ 17കാരൻ എങ്ങനെയായിരിക്കും മിൽക്കി മിസ്റ്റിനെ ഇത്ര സക്സസ്ഫുൾ ആക്കി മാറ്റിയത്? ആദ്യം സതീഷ് ചെയ്തത് വാല്യൂ അഡീഷൻ എന്ന കാര്യമായിരുന്നു. ഒരു ബിസിനസ്സിൻ്റെ ഫിലോസഫി നോക്കിയാൽ പ്രൊഡക്റ്റിൻ്റെ മാർജിനും പ്രൊഡക്റ്റിലേക്കും നിങ്ങൾ ആഡ് ചെയ്യുന്ന വാല്യൂവും പ്രൊപ്പോർഷണൽ ആയിരിക്കും.
നമുക്ക് റൈസിൻ്റെ എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ ഹോൾസെയിലിന് അരി 35 രൂപ വാങ്ങിയിട്ട് അത് 50 രൂപയ്ക്ക് മാർക്കറ്റിൽ സെൽ ചെയ്താൽ നിങ്ങളുടെ ഗ്രോസ് മാർജിൻ എന്ന് പറയുന്നത് 30% ആയിരിക്കും. പ്രോഫിറ്റ് 15%. ഇതേ നിങ്ങൾ റൈസിൻ്റെ കൂടെ ഒരു 250 ഗ്രാം ഉഴുന്നും കൂടി ഗ്രൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 3 കിലോ ഇഡ്ഡലിമാവ് കിട്ടും. ഈ 3 കിലോ മാവ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വേണ്ടത് 50 രൂപയ്ക്ക് അരി, 40 രൂപയ്ക്ക് ഉഴുന്ന്, 20 രൂപയ്ക്കുള്ള സാധനങ്ങളും. സോ ഇൻപുട്ട് കോസ്റ്റ് എന്ന് പറയുന്നത് 110 രൂപയാവും. ബട്ട് മാർക്കറ്റ് റേറ്റ് പ്രകാരം പല സിറ്റിയിലും 1 കിലോ മാവ് പോകുന്നത് ഏകദേശം 80 രൂപയ്ക്കാണ്. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 കിലോഗ്രാമിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്നത് 240 റുപ്പീസ് ആയിരിക്കും. സോ ഇവിടെ നിങ്ങൾ വാല്യൂ ആഡ് ചെയ്തുകൊണ്ട്, അതായത് റൈസിൻ്റെ കൂടെ ഉഴുന്നും ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് മാവായി വിറ്റതുകൊണ്ട് നിങ്ങളുടെ മാർജിനും പ്രോഫിറ്റും കൂടി. ഇനി ഈ മാവ് നിങ്ങൾ ഇഡ്ഡലിയായിട്ട് കൺവേർട്ട് ചെയ്താൽ ഇവിടെ വേറൊരു മാജിക്കും സംഭവിക്കും. 3 kg മാവിൽ നിന്ന് ഏകദേശം 20 ഇഡ്ഡലീസ് പെർ kg എന്ന പോലെ കിട്ടും. അതായത് 60 ഇഡ്ഡലി, 60 ഇഡ്ഡലീസ്. ഇതിൽ നിങ്ങൾക്ക് പെർ kg ഒരു 20 റുപ്പീസിൻ്റെ ചട്നിയുടെ ഇൻപുട്ട് കോസ്റ്റും ഉണ്ടാവും. സോ ഇപ്പോൾ ഇൻപുട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 110 + 60 = 170 റുപ്പീസ്. 110 + 60 170 രൂപ. നിങ്ങൾ 3 ഇഡ്ഡലി വരുന്ന ഒരു പ്ലേറ്റ് 40 റുപ്പീസിന് സെൽ ചെയ്താൽ മൊത്തമായിട്ട് നിങ്ങൾക്ക് 20 പ്ലേറ്റ്സ് വിൽക്കാം. അതായത് നിങ്ങളുടെ ടോട്ടൽ റവന്യൂ വരുന്നത് 40 × 20 800 റുപ്പീസ് ആയിരിക്കും. ആൻഡ് ഇപ്പോൾ നിങ്ങളുടെ ഗ്രോസ് മാർജിൻ, അതായത് 800 - 170 = 630 ആവും, ഓർ 78.75%. ഇപ്പോൾ ഇതൊന്ന് ശരിക്കും അനലൈസ് ചെയ്യൂ. നിങ്ങളിപ്പോഴും അതേ 1 kg റൈസാണ് ഈ മാവിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ റവന്യൂ 50 രൂപയിൽ നിന്ന് 800 രൂപയായി. അതേപോലെ ഗ്രോസ് മാർജിനും 30%-ൽ നിന്ന് 78.75% ആയി. അതായത് നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ഒരു വാല്യൂ ആഡ് ചെയ്യുന്നു അതിൻ്റെ ഗ്രോസ് മാർജിൻ ഹൈക്ക് ആവാൻ തുടങ്ങി. സോ ഫ്രണ്ട്സ്, ബേസിക്കലി ഇങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ അഡീഷൻ നടത്തിയതിനു ശേഷം അതിൻ്റെ ഗ്രോസ് മാർജിൻ കൂടുന്നത്. ഇനി ഇതേ കാര്യങ്ങൾ മിൽക്കി മിസ്റ്റ് മിൽക്ക് ബിസിനസ്സിൽ അപ്ലൈ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ബേസിക്കലി പാലിൻ്റെ ഗ്രോസ് മാർജിൻ ഏകദേശം 3 to 5% ആയതുകൊണ്ട് മിൽക്കി മിസ്റ്റ് ഈ പ്രൊഡക്റ്റിനെ കേർഡ്, പനീർ, അതേപോലെ ഗീ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ ടേബിൾ നോക്കൂ. ഇതിൽ പാലിൻ്റെ മാർജിൻ 5%-നെക്കാളും താഴെയാണ്. അതേ കേർഡിൻ്റെ മാർജിൻ നോക്കിയാൽ അത് 20% ആണ്. പനീറിനും 20% ആണ് മാർജിൻ. ബട്ട് കോസ്റ്റ് കൂടും. ഗീ 22% ആണ്. ആൻഡ് ഐസ്ക്രീം ആണെങ്കിൽ മോർ ദാൻ 35%. ആ സമയത്താണ് സതീഷ് വേറൊരു കാര്യം റിയലൈസ് ചെയ്തത്. അതായത് ഓൾറെഡി അവർക്കുള്ള 3 പ്രോബ്ലംസിനെ റൂട്ട് കോസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, മറിച്ച് ഈ പാൽ എന്ന പ്രൊഡക്റ്റ് തന്നെയാണെന്ന്. പക്ഷേ അതേസമയം ഈ പാലിൻ്റെ കൂടെ വാല്യൂ ആഡ് ചെയ്ത് അതിനെ വേറൊരു പ്രൊഡക്റ്റായി കൺവേർട്ട് ചെയ്താൽ അതിൻ്റെ ഗ്രോസ് മാർജിൻ ഷൂട്ടാവുന്നുമുണ്ട്. സോ അപ്പോൾ മുതൽ സതീഷ് പനീർ ആൻഡ് ഗീ ഇത് രണ്ടും മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ചെയ്തപ്പോൾ മിൽക്കി മിസ്റ്റിന് 3 മേജർ അഡ്വാൻറ്റേജസ് ഉണ്ടായി. അഡ്വാൻറ്റേജ് 1, മിൽക്കിൽ നിന്ന് പനീറിലേക്ക് പോയപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഒന്ന് കുറഞ്ഞു. ഈവൻ സൗത്ത് ഇന്ത്യയിൽ കോർപ്പറേറ്റ്സ് പോലും ഗീ, പനീർ, കേർഡ് പ്രൊഡക്ട്സിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. അഡ്വാൻറ്റേജ് 2, ഇത് മിൽക്കി മിസ്റ്റിൻ്റെ മാർജിനെ സ്ട്രെച്ച് ചെയ്തു. അഡ്വാൻറ്റേജ് 3, വാല്യൂ ആഡഡ് മിൽക്ക് കാരണം ഉണ്ടായ വേറൊരു ഗുണം അതിൻ്റെ ഷെൽഫ് ലൈഫാണ്. ഷെൽഫ് ലൈഫ് കൂടി. ഈ ടേബിൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. മിൽക്കിൻ്റെ ഷെൽഫ് ലൈഫ് വെറും 7 ദിവസമാണ്. ഇനി ലാസ്റ്റ് സെക്ഷനിൽ ഐസ്ക്രീമിൻ്റെ ഷെൽഫ് ലൈഫ് നോക്കൂ. ഇറ്റ്സ് അബൌട്ട് 12 months. ഇതൊരു വലിയ ഡിഫറൻസാണ് കാണിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബിസിനസ് ലെസൺ 1 എന്ന് പറയുന്നത് മാർക്കറ്റിൽ പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് റേഞ്ചിൽപ്പെട്ട് പ്രൈസ് വാറിൻ്റെ പിന്നാലെ പോകുന്നതിന് പകരം പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂട്ടിയതിന് ശേഷം അതിൻ്റെ ഗ്രോസ് മാർജിൻ സ്ട്രെച്ച് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുക. ഈ ഒരു വാല്യൂ അഡീഷൻ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്കറ്റിലുള്ള പ്രൈസ് വാറിൽ നിന്ന് എസ്കേപ്പ് ആവാനും പറ്റും. ആസ് പെർ കേസ് സ്റ്റഡി, സൗത്ത് ഇന്ത്യയിൽ പനീർ കഴിക്കുന്നവർ വളരെ കുറവായിരുന്നു. കൂടുതലും റിച്ചായ ആളുകളായിരുന്നു ആ കാലത്ത് പനീർ കഴിച്ചിരുന്നത്. ഇതിന് മെയിൻ കാരണം ആ സമയത്തുള്ള ഗ്ലോബൽ എക്കണോമി തന്നെയായിരുന്നു. ബട്ട് ലേറ്റ് 1990s മുതൽ ഇന്ത്യയിൽ മൊത്തം ഗ്ലോബലൈസേഷൻ ഇഫക്ട്സ് സ്പ്രെഡ് ആവാൻ തുടങ്ങി.
ഇത് ടോട്ടലി ഇന്ത്യൻസിൻ്റെ ജീവിത രീതി തന്നെ മാറ്റാൻ തുടങ്ങി. ചിന്തിക്കുന്ന വിധം, പണം ചെലവാക്കുന്ന വിധം, ജോലി സാധ്യതകൾ. India, with economic reforms changing the way we live, work and spend money. It's a budget that's set to change the path of the Indian economy. इसका उद्देश्य है कि देशवासियों को अपना माल विदेश में बेचने की अधिक सुविधा हो, उनको बढ़ावा मिले. We are in a phase of restructuring our economy. ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകമും ഷൂട്ടപ്പ് ആവാൻ തുടങ്ങി. സോ ആ സമയത്താണ് ഭക്ഷണത്തിനുള്ള പ്രോട്ടീൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പതുക്കെ അവർ പനീറിൻ്റെ പ്രോട്ടീൻ സോഴ്സ് മനസ്സിലാക്കി. ആൻഡ് അപ്പോഴാണ് ഈ പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻസ് ആൻഡ് ഡിമാൻഡ് കൂടാൻ തുടങ്ങിയത്. നോൺ വെജിറ്റേറിയൻസിൻ്റെ പ്രോട്ടീൻ സോഴ്സസ് ചിക്കൻ, മട്ടൺ, എഗ് ഒക്കെ ആണെങ്കിൽ വെജിറ്റേറിയൻസ് ആ ലെവൽ ഓഫ് പ്രോട്ടീൻ കിട്ടുന്നത് പനീർ ആൻഡ് ടോഫു പോലുള്ള ഫുഡിൽ നിന്നാണ്. സോ സതീഷ് കെയർഫുള്ളി ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എമർജ് ചെയ്തു. കോമ്പറ്റീറ്റേഴ്സ് കുറഞ്ഞു, ഡിമാൻഡും കൂടി, പ്ലസ് മാർജിനും കൂടി. അപ്പോൾ മിസ്റ്റർ സതീഷിന് ഈ ബിസിനസ് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റി അല്ലേ? നോ, ആബ്സല്യൂട്ട്ലി നോട്ട്. കാരണം സതീഷിന് ഇനിയും 3 ചലഞ്ചസ് ഉണ്ടായിരുന്നു. ചലഞ്ച് 1, മിൽക്ക് സോഴ്സസ്. ഇതൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ പാലിൻ്റെ സോഴ്സ് അത്രയ്ക്കും വലുതും കൺസിസ്റ്റൻറ്റുമായിരിക്കണമല്ലോ. ഇപ്പോഴത്തെ കാര്യം എടുത്താൽ തന്നെ ഡയറി ഫാമേഴ്സ് വളരെ കുറവാണ്. ആവറേജ് പേഴ്സൻറ്റേജ് ബേസ് നോക്കിയാൽ തന്നെ എത്ര ഫ്രാഗ്മെൻറ്റഡ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ പിന്നെ 1995 ടെക്നോളജി അഡ്വാൻസ്ഡ് അല്ലാത്ത സമയത്ത്, ലോജിസ്റ്റിക്സ് ഇല്ലാത്ത സമയത്ത് എന്തായിരിക്കും അവസ്ഥ? ഇതൊരു വലിയ ചലഞ്ചാണ്. നെക്സ്റ്റ് ചലഞ്ച് 2. ഡയറി ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്റ്റേബിൾ കോൺട്രാക്റ്റ് കിട്ടാൻ കഷ്ടമാണ്. ഇന്നത്തെ പോലെ ഒരു ബോണ്ട് എഴുതി ബിസിനസ് നടത്തുന്ന പരിപാടി അന്ന് ഇല്ലായിരുന്നു. ഇന്ന് എനിക്ക് പാൽ തന്നാൽ നാളെ നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ അവർക്ക് പണം കൊടുത്താൽ അവർ നിങ്ങൾക്കായിരിക്കും പാൽ വിൽക്കുന്നത്. സോ പാലെന്നും ഒരേ ആളുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് ഒരു ഗ്യാരണ്ടിയും അന്നില്ല. ദിസ് ഈസ് അനദർ മേജർ ചലഞ്ച്. ചലഞ്ച് 3, ഇൻകൺസിസ്റ്റൻറ്റ് ക്വാളിറ്റി ഓഫ് മിൽക്ക്. പല ഫാമേഴ്സും അൺഹൈജീനിക്കായ ഭക്ഷണമായിരിക്കും പശുവിന് കൊടുക്കുന്നത്. ഇതിൻ്റെ മെയിൻ കാരണം ഈ ഫാമേഴ്സ് എല്ലാം അൺഎഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണ്. അവർക്ക് എങ്ങനെ അവരുടെ പശുവിനെ കെയർ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, ഹെൽത്തി ആയി വെക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു. സോ അന്ന് ക്വാളിറ്റിയുടെ കാര്യവും ചലഞ്ചിങ് ആയിരുന്നു. സോ ഈ ചലഞ്ചസ് ഒക്കെ അദ്ദേഹം എങ്ങനെ സോൾവ് ചെയ്തു എന്ന് നോക്കാം. ഫസ്റ്റ് ചലഞ്ച്, സപ്ലൈ ഇല്ല, സോഴ്സ് ഇല്ല എന്ന കാര്യത്തിന് മിൽക്കി മിസ്റ്റിൻ്റെ ലൊക്കേഷൻ തന്നെ സൊല്യൂഷൻ കണ്ടെത്തി. ഇതിൻ്റെ ലൊക്കേഷൻ ഈറോഡാണ്. ഈറോഡ് ബേസിക്കലി മേജർ മിൽക്ക് പ്രൊഡ്യൂസിങ് സിറ്റിയാണ്. വൈ? ബിക്കോസ് അവിടെ കാവേരി വെള്ളം നല്ല രീതിയിൽ അവൈലബിൾ ആണ്. സോ വെള്ളം കാരണം അവരുടെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസും കൂടി. ഇത് കാരണം തന്നെ പശുക്കൾക്കുള്ള ഭക്ഷണത്തിന് ഒരു കുറവ് ആ സ്ഥലത്ത് വന്നില്ല. അങ്ങനെ ആ സ്ഥലത്തും ചുറ്റുപാടും പശുക്കൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ആവാൻ തുടങ്ങി. സോഴ്സിൻ്റെ സപ്ലൈൻ്റെ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ ആ ലൊക്കേഷൻ തന്നെ തന്നു. രണ്ടാമത്തെ ചലഞ്ച്, മിൽക്കി മിസ്റ്റ് വളരെ ക്രിയേറ്റീവ് വേയിലാണ് സോൾവ് ചെയ്തത്. മിൽക്കി മിസ്റ്റ് ഫാമേഴ്സിൻ്റെ ലൈഫ് പ്രോബ്ലംസിൽ ഫോക്കസ് ചെയ്തു. എന്നിട്ട് അവർക്കുള്ള സൊല്യൂഷൻസ് ഒരു ലൈഫ് സേവറിനെ പോലെ മിൽക്കി മിസ്റ്റ് ഡീൽ ചെയ്തു. ഫാമേഴ്സിനുണ്ടായിരുന്ന 3 മെയിൻ പ്രോബ്ലംസ് ഇതൊക്കെയായിരുന്നു. ഒന്നാമതായി, ഫാമേഴ്സിന് ലോൺസ് സാങ്ഷൻ ആവുന്നുണ്ടായിരുന്നില്ല. ബാങ്ക് അവരെ ക്രെഡിബിളായി കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമതായി, ഫാമേഴ്സിന് പശുക്കളെ കെയർ ചെയ്യാൻ, ട്രീറ്റ് ചെയ്യാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. പശുക്കൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ട്രീറ്റ്മെൻറ്റിന് കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയും അപ്പോൾ അവർക്കുണ്ടായിരുന്നില്ല. മൂന്നാമതായി, അവർക്ക് ടെക്നിക്കൽ നോളജ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. സോ അതെല്ലാം ഉപയോഗിച്ച് പണം എങ്ങനെ സമ്പാദിക്കണമെന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. ഈ എല്ലാ കാര്യങ്ങളും മിൽക്കി മിസ്റ്റ് വേഗം തന്നെ സോൾവ് ചെയ്തു. അതായത് ലോൺസ് അപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. 24/7 ഹെൽപ്പ് ലൈൻ തുടങ്ങി. അതിൽ ആനിമൽ ട്രീറ്റ്മെൻറ്റ് സബ്സിഡൈസ്ഡ് റേറ്റിൽ ലഭ്യമാക്കി. കൂടാതെ ഒരു പ്രോഫിറ്റും എടുക്കാതെ മിൽക്കി മിസ്റ്റ് പശുക്കൾക്കുള്ള കുറച്ച് ഫീഡും ഫ്രീ ആയി കൊടുക്കാൻ തുടങ്ങി. മാത്രമല്ല, ഫാമേഴ്സിന് ടെക്നിക്കൽ നോളജ് ഡെവലപ്പ് ചെയ്യാനുള്ള എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്തു. മിൽക്കി മിസ്റ്റ് ഫാമേഴ്സിന് വീക്കിലി പേയ്മെൻ്റ് ആണ് കൊടുത്തത്. സോ അങ്ങനെ ആയതുകൊണ്ട് അവരുടെ മണി റിലേറ്റഡ് ഇഷ്യൂസും മാറിക്കിട്ടി. ഇന്നും ഈ പേയ്മെൻറ്റ്സ് വീക്കിലി ഡിജിറ്റലി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും. ഇങ്ങനെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഉള്ള കാരണം തന്നെ ബാങ്കിന് ഫാമേഴ്സിൻ്റെ ലോൺ എലിജിബിലിറ്റിയുടെ കാര്യവും ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഫ്രണ്ട്സ്, നിങ്ങൾ തന്നെ പറയൂ, ഒരു കമ്പനി ഇത്രയ്ക്കും എഫേർട്ട് എടുത്ത് ഒരു ബോണ്ട് പോലും സൈൻ ചെയ്യിപ്പിക്കാതെ നിങ്ങളുടെ മേജർ പ്രോബ്ലംസിനെ സോൾവ് ചെയ്താൽ നിങ്ങൾ ആ കമ്പനിയോട് ലോയൽ ആവുമോ ഇല്ലയോ? അതായിരുന്നു മിൽക്കി മിസ്റ്റിൻ്റെ വിന്നിംഗ് സ്ട്രാറ്റജി.
ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. ഇനി ഇതിൽ നിന്ന് മിൽക്കി മിസ്റ്റിന് കിട്ടിയ 3 ബെനിഫിറ്റ്സ് നോക്കാം. ബെനിഫിറ്റ് 1 ഹൈ ക്വാളിറ്റി മിൽക്ക്, ബെനിഫിറ്റ് 2 റെഗുലർ സപ്ലൈ ഓഫ് മിൽക്ക് ആൻഡ് ബെനിഫിറ്റ് 3 നോ കോമ്പറ്റീറ്റേഴ്സ്. സോ ഇതിൽ നിന്ന് മിൽക്കി മിസ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്ന സെക്കൻഡ് ബിസിനസ് ലെസൺ എന്താണെന്ന് വെച്ചാൽ അതാണ് ഗുഡ് കമ്പനീസ് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ തൻ്റെ പാർട്ട്നേഴ്സിൻ്റെ വാല്യൂസിനെ മാക്സിമം എക്സ്ട്രാക്ട് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന കാര്യത്തിലാണ്. എന്നാൽ ഗ്രേറ്റ് കമ്പനീസ് ഫോക്കസ് ചെയ്യാറുള്ളത് എങ്ങനെ തൻ്റെ പാർട്ട്നേഴ്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് പാർട്ട്നേഴ്സിൻ്റെ വാല്യൂ ആൻഡ് ഡെലിവറി കൂട്ടാൻ ഹെൽപ്പ് ചെയ്ത് കൊളാബറേഷൻ എന്ന രീതിയിൽ ബിസിനസ് ചെയ്ത് മാർജിൻ കൂട്ടാം എന്ന കാര്യത്തിലാണ്. ഇത് കോൺഷ്യസ് ക്യാപിറ്റലിസം സൂചിപ്പിക്കുന്ന രീതിയാണ്. ഇതേ പാർട്ണർഷിപ്പ് ഫിലോസഫി വെച്ചാണ് ജപ്പാൻ വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമിയായി മാറിയത്. ഇനി മിൽക്കി മിസ്റ്റിൻ്റെ പ്രൊഡക്ട്സ് അവർ എങ്ങനെ ഡിഫറൻ്റ്ലി സെൽ ചെയ്തു എന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് അവർ പ്രൊഡക്റ്റ് സെൽ ചെയ്തത് ബാംഗ്ലൂരിലുള്ള 5 സ്റ്റാർ ഹോട്ടൽസിലേക്കാണ്. ബിക്കോസ് അവരുടെ പനീറിൻ്റെ ഡിമാൻഡ്സ് വളരെ കൺസിസ്റ്റൻ്റ് ആയിരുന്നു. മാത്രമല്ല ഈ 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ പനീറിൻ്റെ ക്വാളിറ്റി ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. അതായത് പനീർ 0 to 4 ഡിഗ്രിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ ക്വാളിറ്റി നോ കോംപ്രമൈസ്. സോ ബാംഗ്ലൂരിൽ ഉള്ള ലോക്കൽ പനീർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഈ ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് മിൽക്കി മിസ്റ്റിൻ്റെ എൻട്രി അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെ ഫസ്റ്റ് സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് അവർക്ക് ഈ രീതിയിലാണ് കണക്റ്റ് ആയത്. പക്ഷേ ഈ ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ്, അതായത് 5 സ്റ്റാർ ഹോട്ടൽസ് എന്ന് പറയുന്നത് ഒരു ചെറിയ സെല്ലിംഗ് സ്പേസ് മാത്രമാണ്. ബിക്കോസ് ആവറേജ് എടുത്ത് നോക്കിയാൽ 5 സ്റ്റാർ ഹോട്ടൽസ് വളരെ കുറവാണ്. ഈവൻ ഇന്ന് പോലും നമ്മുടെ രാജ്യത്ത് 324 5 സ്റ്റാർ ഹോട്ടൽസാണ് ഉള്ളത്. ബട്ട് എന്നാൽ മിൽക്കി മിസ്റ്റ് അവരുടെ കസ്റ്റമർ ബേസ് മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ ബ്രാൻഡിനെ ഔട്ട്സോഴ്സ് ചെയ്തു. അങ്ങനെ അടുത്ത സ്റ്റെപ്പായിട്ട് അവരുടെ മാർജിൻ വലിയ രീതിയിൽ കൂട്ടാൻ വേണ്ടി അവർ ചെയ്തത് കിരാന സ്റ്റോഴ്സിനെ സപ്ലൈ ചെയിനിൽ കൂട്ടിയ കാര്യമായിരുന്നു. പക്ഷേ ഇവിടെയും 2 മെയിൻ ചലഞ്ചസ് മിൽക്കി മിസ്റ്റ് ഫേസ് ചെയ്തു. ഒന്നാമതായി ആ സമയത്ത് കിരാന സ്റ്റോഴ്സിൽ 2 ദിവസത്തിൽ കൂടുതൽ പനീർ റെഫ്രിജറേറ്റ് ചെയ്യാനുള്ള ചില്ലർ ഉണ്ടായിരുന്നില്ല. രണ്ടാമതായി ഫാക്ടറിയിൽ നിന്ന് സ്റ്റോറിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒരു വലിയ പ്രശ്നമായിരുന്നു. റെഫ്രിജറേറ്റർ ഇല്ലാതെ പനീറിൻ്റെ ഷെൽഫ് ലൈഫ് എന്നത് 2 ദിവസം പോലും ഇല്ല. ട്രക്സിലും ശരി കിരാന സ്റ്റോഴ്സിലും ശരി റെഫ്രിജറേഷൻ ഫെസിലിറ്റി ഇല്ല. മാനുഫാക്ചറിങ് പ്രോസസ്സ് കഴിഞ്ഞാൽ കമ്പനി 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ പനീർ ഷിപ്പ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് റീറ്റെയിലർ അത് കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യണം. ഇനി കസ്റ്റമേഴ്സിനും റെഫ്രിജറേറ്റർ ഇല്ലെങ്കിൽ അവർ വാങ്ങുന്ന പനീറിൻ്റെ ഷെൽഫ് ലൈഫ് വെറും 1 ദിവസമായിരിക്കും. അതേപോലെ ആ സമയത്ത് ഒരു റഫ് കാൽക്കുലേഷൻ പ്രകാരം 20% വീട്ടിൽ മാത്രമായിരുന്നു റെഫ്രിജറേറ്റേഴ്സ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ മിൽക്കി മിസ്റ്റ് എങ്ങനെയായിരിക്കും ഈ ലോജിസ്റ്റിക്സ് ആൻഡ് റെഫ്രിജറേഷൻ ഇഷ്യൂ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക? ഇതിനവർ 2 ഹൈ കോസ്റ്റ് സൊല്യൂഷനാണ് അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. മാത്രമല്ല ആ സൊല്യൂഷൻ അപ്പോൾ ഉണ്ടായിരുന്ന കോമ്പറ്റീറ്റേഴ്സ് അതിനെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ടൈപ്പ് സൊല്യൂഷൻ എന്ന പോലെയും കണ്ടിരുന്നു. ഒന്നാമതായി മിൽക്കി മിസ്റ്റ് അവരുടെ റീറ്റെയിലേഴ്സിന് ഇൻ ടോട്ടൽ 20,000 ചില്ലേഴ്സ് കൊടുത്തു. അതായത് മിൽക്കി മിസ്റ്റ് പനീർ വിൽക്കാൻ വേണ്ടി ഈ ഒരു ഹൈ കോസ്റ്റ് സൊല്യൂഷൻ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇതേ സെയിം കാര്യമാണ് കൊക്കക്കോള അമേരിക്കയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത മെത്തേഡ്. It keeps the air just below freezing, so that with the simple touch of a button, you can enjoy an icy version of your favorite Coca-Cola beverage. And this will allow us to expand to many, many more places because it leverages the coolers that are already out there. You're starting to see there's over 1,000 of these in stores in the US already. രണ്ടാമതായിട്ടുള്ള ഒരു സൊല്യൂഷൻ അവർ കണ്ടെത്തിയത് ഫാക്ടറിയിൽ നിന്ന് സിറ്റീസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ ട്രക്സിലും ചില്ലിംഗ് ടെക്നോളജി ഇൻസ്റ്റാൾ ചെയ്തു. സോ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് പനീർ എത്തുന്നവരേക്കും ഇറ്റ് വുഡ് ബി കംപ്ലീറ്റ്ലി ഫ്രഷ്. മിൽക്കി മിസ്റ്റ് തന്നെയായിരുന്നു കോൾഡ് സ്റ്റോറേജ് സപ്ലൈ ചെയിൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന വൺ ഓഫ് ദ ഫസ്റ്റ് കമ്പനീസ്. ബട്ട് അവർ എന്തുകൊണ്ടായിരിക്കും ഒരു കോൾഡ് സ്റ്റോറേജ് കമ്പനിയുമായി അവരുടെ പ്രൊഡക്റ്റ് ഔട്ട്സോഴ്സ് ചെയ്യാതിരുന്നത്? അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ അപ്ഫ്രണ്ട് കോസ്റ്റ് കുറവായിരിക്കും. കൂടാതെ ലോജിസ്റ്റിക് ടീം മാനേജ് ചെയ്യാനുള്ള ഹെഡേക്കും മിൽക്കി മിസ്റ്റിന് ഉണ്ടാവില്ല, അല്ലേ? ബിക്കോസ് അങ്ങനെ ചെയ്താൽ മിൽക്കി മിസ്റ്റിന് ക്യാഷ് ഫ്ലോ ഉണ്ടായാലും അവരുടെ ക്വാളിറ്റി കൺട്രോളിൽ അവർക്ക് പ്രശ്നം വരും.
സോ ഇതിൽ നിന്നും കിട്ടുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ലെസൺ, എല്ലാ ഓൺട്രപ്രണേഴ്സും ഇത് മനസ്സിലാക്കണം. ബിക്കോസ് ഔട്ട്സോഴ്സിങ് നിങ്ങളുടെ വർക്കിനെ, ബർഡനെ, മണി ലോസിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പായിരിക്കും. ബട്ട് ലോങ് ടൈം ബിസിനസ്സിന് എപ്പോഴും വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ഉണ്ട്. അതാണ് ക്വാളിറ്റി. അതിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇറ്റ്സ് സ്മാർട്ട് ടു നോട്ട് ചൂസ് ഔട്ട്സോഴ്സിങ്. മിൽക്കി മിസ്റ്റ് ഔട്ട്സോഴ്സിങ് ചൂസ് ചെയ്തപ്പോൾ നോട്ട് ചെയ്തത്, ഈ പറയുന്ന ട്രക്സിൽ റെഫ്രിജറേറ്റർ എപ്പോഴും വർക്കിംഗ് ആയിരിക്കില്ല എന്നും അതേപോലെ സപ്ലൈ കറക്റ്റ്ലി സ്കെഡ്യൂൾ ചെയ്യാത്തതുകൊണ്ട് പനീറിൻ്റെ ഷെൽഫ് ലൈഫിനെ അത് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുമാണ്. ഈ കാര്യത്തിൽ ആ സമയത്ത് മിൽക്കി മിസ്റ്റിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. കാരണം ട്രക്സ് കൺട്രോൾ ചെയ്ത് തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് മിൽക്കി മിസ്റ്റ് ആ ട്രക്സ് എല്ലാം വാങ്ങി, എന്നിട്ട് സ്വന്തമായി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ റൺ ചെയ്തു. ഈ സമയത്തും ഒരു ചലഞ്ച് അവർ ഫേസ് ചെയ്തു. അതായത് ലോജിസ്റ്റിക്സ് മൊത്തമായി അവർ ഓൺ ചെയ്തെങ്കിലും റിട്ടേൺ ലോജിസ്റ്റിക്സ് കാരണം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഷൂട്ടായി. ഫോർ എക്സാമ്പിൾ, ഫ്രം ഈറോഡ് ടു കാശ്മീർ ട്രക്ക് നിറച്ചും പ്രൊഡക്ട്സായി പോവുകയാണ്. ബട്ട് റിട്ടേൺ വരുമ്പോൾ ട്രക്ക് എംറ്റിയാണ്. സോ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അനാവശ്യമായി ഡബിൾ ആവും. ഈ കാര്യവും അവർ ഇൻ്റലിജൻ്റലി സോൾവ് ചെയ്തു. അതായത് തിരിച്ചു വരുമ്പോൾ കാശ്മീരിൽ നിന്ന് ട്രക്ക് നിറച്ചും ആപ്പിൾ കൊണ്ടുവന്നു. ബ്രില്യൻ്റ് അല്ലേ? ഈ റിട്ടേൺ ലോജിസ്റ്റിക്സിലും അവർ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. പ്രസൻ്റ്ലി മിൽക്കി മിസ്റ്റിന് 250-ലധികം ട്രക്സ് ആൻഡ് കാർഗോസ് ആണ് ഉള്ളത്. അതും ഫുള്ളി അഡ്വാൻസ്ഡ് GPS മെക്കാനിസം ട്രാൻസ്പോർട്ട്സ്. സോ ഈ പറഞ്ഞ A to C കാര്യങ്ങൾ മിസ്റ്റർ സതീഷ് വളരെ പ്ലാൻഡായിട്ട് സ്ട്രാറ്റജിക്കലി, ഇൻ്റലിജൻ്റലി, ഹോണസ്റ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്ത ശേഷമാണ് അദ്ദേഹം ഇന്ന് 2000 crore വർത്ത് റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് പഠിച്ച ലെസൺസ് എന്തൊക്കെയാണ്? ലെസൺ 1, മാർക്കറ്റിൽ പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് റേഞ്ചിൽപ്പെട്ട് പ്രൈസ് വാറിൻ്റെ പിന്നിൽ പോകുന്നതിന് പകരം പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂട്ടിയ ശേഷം അതിനെ ഗ്രോസ് മാർജിൻ സ്ട്രക്ചർ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുക. ഈ ഒരു വാല്യൂ അഡീഷൻ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്കറ്റിലുള്ള പ്രൈസ് വാറിൽ നിന്ന് എസ്കേപ്പ് ആവാനും പറ്റും. ലെസൺ 2, ഗുഡ് കമ്പനീസ് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ തൻ്റെ പാർട്ട്നേഴ്സിൻ്റെ വാല്യൂവിനെ മാക്സിമം എക്സ്ട്രാക്ട് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന കാര്യത്തിലാണ്. എന്നാൽ ഗ്രേറ്റ് കമ്പനീസ് ഫോക്കസ് ചെയ്യാറുള്ളത് എങ്ങനെ തൻ്റെ പാർട്ട്നേഴ്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പാർട്ട്ണറിൻ്റെ വാല്യൂ ആൻഡ് ഡെലിവറി കൂട്ടാൻ ഹെൽപ്പ് ചെയ്ത് കൊളാബറേഷൻ എന്ന രീതിയിൽ ബിസിനസ് ചെയ്ത് മാർജിൻ കൂട്ടാം എന്ന കാര്യത്തിലാണ്. ലെസൺ 3, ഔട്ട്സോഴ്സിങ് നിങ്ങളുടെ വർക്കിനെ, ബർഡനെ, മണി ലോസിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പായിരിക്കും. ബട്ട് ലോങ് ടേം ബിസിനസ്സിന് എപ്പോഴും വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റാണ് ക്വാളിറ്റി. അതിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇറ്റ്സ് സ്മാർട്ട് ടു നോട്ട് ചൂസ് ഔട്ട്സോഴ്സിങ്. ഇതെല്ലാമാണ് മിസ്റ്റർ സതീഷ് ആൻഡ് ദ ഗ്രേറ്റ് മിൽക്കി മിസ്റ്റ് கம்பெனி நமக்கு படிப்பிச்சு தருന്ന வேல்யூபிள் லெசன்ஸ். ஒரு லெவல் ஒரு பிராண்ட் ஒரு கம்பெனி க்ரோ ஆயிடுச்சு அப்படின்னா யாருமே அவங்கள போய் ரீச் பண்ண முடியாது, அவங்கள வந்து ரீச் பண்ண முடியாத லெவல்ல இருக்கிற மாதிரி போயிடுறாங்க. சரி, அதை வந்து ஐ வாண்ட் டு பிரேக் தட். அது வந்து அது ஒரு யார் வேணாலும் எந்த டைம் வேணா ரீச் பண்ண முடியும். நம்மளால எல்லாத்துக்கும் உதவி பண்ணணுங்கிறது அவசியம் கிடையாது. பண்ண முடிஞ்ச அளவுக்கு நம்மளால பண்ண முடியும், பண்ணி கொடுக்கலாம். സോ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ യുവർ പ്രഷ്യസ് ടൈം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ യൂസ്ഫുള്ളായ പ്രഷ്യസായ നോളജാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷൻസ് വരുമ്പോൾ ഓർക്കാനും അതേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്ത് ഐ എം സൈനിങ് ഓഫ്.